പുതുവർഷ ദിനത്തിൽ നാം ഒത്തുചേരുകയാണ്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മതിലായി സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുവാനായി കേരളം ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ്. എല്ലാ വിവാദങ്ങൾക്കും മീതെ വൻമതിൽ ഉയർന്നു. 625 കിലോമീറ്റർ ദൂരം മതിലല്ല, പെൺകോട്ട തന്നെ രൂപപ്പെട്ടു. ഇത്രയധികം എതിർപ്പുകൾക്കും വിമർശനങ്ങൾക്കും ശേഷവും ഒരിടത്തുപോലും മതിലിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിൽ കാര്യമായ കുറവുണ്ടായില്ല. പങ്കെടുക്കാൻ എത്തിയവരുടെ എണ്ണ കൂടുതൽ കാരണം പലയിടത്തും 3-4 വരികളായാണ് സ്ത്രീകൾ അണിനിരന്നത്. തീർച്ചയായും CPM-നെ സംബന്ധിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ വിജയമാണ്. കേരളത്തെ ഇളക്കിമറിച്ച ശബരിമല വിവാദത്തിന് ശേഷവും CPM-ന്റെ ജനകീയ അടിത്തറയിലോ സംഘടനാ ശേഷിയിലോ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നു ഈ വലിയ മതിൽ. എക്കാലവും കേരളത്തിലെ ഏറ്റവും സുശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് CPM. അതിനൊപ്പം മറ്റ് ഇടതു പാർട്ടികളും സർക്കാർ സംവിധാനങ്ങളും കൂടി ചേർന്നതോടെ വനിതാ മതിൽ ചരിത്രമായി. ...625 കിലോമീറ്ററായി 30 ലക്ഷത്തോളം വനിതകളാണ് ഇന്ന് തോളോട് തോൾ ചേർന്ന് നിന്നത്. കൃത്യമായ സംഘാടനത്തിന്റെയും ആസൂത്രണത്തിന്റെയും മികവ് വിളിച്ചോതിയ കൂട്ടായ്മ രാജ്യത്തെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ കൂടിയായി. ത്യാഗപൂർണമായ സമരങ്ങളാണ് അതിന് കാരണമായതെന്ന് നാം തിരിച്ചറിയുന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും 3 ലക്ഷത്തോളം പേർ, പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നും 30,000-ഓളം പേർ, ആലപ്പുഴയിൽ നിന്ന് 4 ലക്ഷം, എറണാകുളത്ത് 3 ലക്ഷം, തൃശൂരിൽ 3 ലക്ഷം, പാലക്കാട്ട് 2 ലക്ഷം, മലപ്പുറത്ത് 1.8 ലക്ഷം, കോഴിക്കോട്ട് 3 ലക്ഷം, വയനാട്ടിൽ 35,000, കണ്ണൂരിൽ 5 ലക്ഷം, കാസർഗോഡ് 1 ലക്ഷം. ഈ വൻമതിലിൽ അണിനിരുന്നവരുടെ ഏകദേശ കണക്കാണിത്. വനിതാ മതിൽ നൽകുന്ന സൂചനകൾ പലതാണ്. ജാതീയതയുടെ ഒരു കാലത്ത് സ്ത്രീകൾക്ക് അത്തരം വിവേചനങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. ജാതി മത വ്യത്യാസങ്ങളെ അപ്രസക്തമാക്കിയ രാഷ്ട്രീയ കൂടിച്ചേരൽ ആയിരുന്നു വനിതാ മതിൽ. ഏറ്റവും നീളമുള്ള വനിതാ മതിൽ ആലപ്പുഴ ജില്ലയിലായിരുന്നു. അരൂർ മുതൽ ഓച്ചിറ വരെ 103 കിലോമീറ്റർ ദൂരം ലക്ഷക്കണക്കിന് സ്ത്രീകൾ തോളോട് തോൾ ചേർന്ന് പ്രതിരോധ മതിൽ തീർത്തു. സംസ്ഥാനത്തൊട്ടാകെ ഒഴുകിയെത്തിയ പെൺകരുത്തിന് കൃത്യമായ നിലപാടുകളും ഉണ്ടായിരുന്നു. വനിതകളുടെ ശക്തി കാണിക്കാനുള്ള ഒരു അവസരം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശക്തി ഈ സാഹചര്യത്തിൽ തെളിയിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. സമയമുണ്ടെന്ന് തോന്നണേ, അതുകൊണ്ടാണ് പങ്കെടുത്തത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ വനിതാ മതിൽ എന്ന ഒരു ആശയം തന്നെ ഉയർന്നു വരുന്നത്. ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകണമെന്ന് തോന്നുന്നു. പോകണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ആചാരങ്ങളൊക്കെ മനുഷ്യരെന്നെ ഉണ്ടാക്കിയതല്ലേ, അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയില്ലാന്ന് തോന്നുന്നു. വനിതാ മതിലിന്റെ നവോത്ഥാനത്തിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനേക്ക് പങ്കെടുത്തത്, സ്വന്തം താല്പര്യത്തോടുകൂടി. ശബരിമല വിവാദങ്ങളാണ് വനിതാ മതിലിലേക്ക് നയിച്ചത് എങ്കിലും വിശ്വാസങ്ങൾക്കപ്പുറം തുല്യത, സ്ത്രീ സ്വാതന്ത്ര്യം പലരെയും മതിലിൽ അണിചേരാൻ പ്രേരിപ്പിച്ചത് ഈ ഘടകങ്ങളായിരുന്നു. നമ്മളുടെ ഇന്നലത്തെ ആചാരമല്ല ഇപ്പൊ ഇനി നാളെ എന്താ ആചാരം ഒന്നും അറിയില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടല്ല ഞങ്ങൾ വന്നത്. ഞങ്ങള് സ്ത്രീകളുടെ നവോത്ഥാനം, നമ്മൾക്ക് സ്ത്രീക്കും പുരുഷനും ഒരു ഭരണഘടനാ പ്രകാരം നമുക്ക് തുല്യത ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. കേരളത്തിന് പിറകോട്ടടിക്കാൻ പാടില്ല. ഇനി നമ്മൾ എത്രയോ പ്രയത്നങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യവും സമ്പത്തും ഏറ്റെടുത്തത്. അതിനി പിറകോട്ട് പോകാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ്. അനുകൂലിക്കുക തന്നെയാണ്. എങ്ങനെയാണ് ഈ വനിതാ മതിലിൽ പങ്കെടുക്കാനുള്ള ഒരു തീരുമാനം? അല്ല, വനിതാ മതിൽ വിജയിപ്പിക്കണമല്ലോ, അതുകൊണ്ട് വന്നത്. നവോത്ഥാനം സംരക്ഷിക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. ആരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പങ്കെടുക്കണം?
ആരും പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ പങ്കെടുക്കുകയാണ്, നമ്മുടെ സന്തോഷ അഭിമാനത്തോടു കൂടി പങ്കെടുക്കുകയാണ്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വനിതാ മതിൽ എന്ന ആശയം ഉണ്ടായത്. ശബരിമലയിലെ സ്ത്രീകൾ പോവേണ്ടതുണ്ടോ, എന്താ തോന്നുന്നത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, നമ്മൾ പറയണതൊന്നല്ലല്ലോ. മോൾക്ക് പോകണമെന്നുണ്ടോ? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പോകണമെന്നൊക്കെ. ഞാൻ പങ്കെടുക്കണം. നമ്മുടെ മക്കൾക്കും നിങ്ങളെ പോലെയുള്ള വനിതകൾക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് പോവാതിരിക്കാൻ, അത് കുറയാതിരിക്കാനായിട്ട്. അത് കുറയുന്നു എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ? അത് കുറഞ്ഞ പോലെ ഒരു സംശയം നമുക്ക് ഈ ശബരിമല പ്രശ്നം വന്നപ്പോൾ സ്ത്രീകളെ അങ്ങോട്ട് കടത്താതിരിക്കണൊക്കെ ഉണ്ടല്ലോ, അതിൽ അപ്പോൾ ഒരു കുറവ് വരുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് പോവാതിരിക്കണം. ഉള്ള സ്വാതന്ത്ര്യം നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അമ്മ ശബരിമല പോയിട്ടുണ്ട്? പോവാ, ഞാൻ 2 പ്രാവശ്യം പോയാണ്. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? 50 വയസ്സിലാണ് പോയത്. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് കയറാം തന്നെയല്ലേ? അല്ല, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ളവർക്ക് പോവുക, ഇഷ്ടമുള്ളവർക്ക് പോവാതിരിക്കാം. പക്ഷേ നമ്മുടെ ശബരിമലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒപ്പം ഒരു അവകാശം ഉണ്ടെന്നുള്ള സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. അത് നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ പറ്റണ്ട. പോയാലും നമുക്കവിടെ കിടക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഇല്ലാതെ നോക്കേണ്ടതും അത് ഓരോരുത്തരുടെ അവകാശം, സ്വാതന്ത്ര്യം പോലെയാണ്. അതവർ ചെയ്തോട്ടെ. ഞാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഇപ്പോഴുള്ള സ്വാതന്ത്ര്യങ്ങളും കുറയാതെ നോക്കണല്ലോ. ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും എന്നും അഭിമാനിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. ആചാരങ്ങളും ആചാര ലംഘനങ്ങളും ഒന്നുമല്ല, ഒരു വനിതാ മുന്നേറ്റമായി ഈ മതിലിനെ കാണാനാണ് പലരും താല്പര്യം പ്രകടിപ്പിച്ചത്. കാലങ്ങളായി സ്ത്രീകൾ കഷ്ടപ്പെട്ട് നേടിയ ഇടത്തിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ ഒരു കാരണവശാലും കേരളത്തിലെ സ്ത്രീകൾ വിട്ടുകൊടുക്കില്ല. തീർച്ചയായും നമ്മളുടെ സമത്വത്തിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പൊരുതിയുണ്ടാക്കിയ ഒരുപാട് ആളുകൾ പണ്ടുകാലം തൊട്ടേ കഷ്ടപ്പെട്ട് പൊരുതിയുണ്ടാക്കിയ സ്ഥലം നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത് സ്വയം ഇറങ്ങി വന്ന സ്ത്രീകളെയാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്രയെത്ര സ്ത്രീകളാണ് ഇവിടെ ആരുടെയും നിർബന്ധമില്ലാതെ ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകൾക്ക് സമൂഹത്തിലെ പുരുഷന്മാരെ പോലെ തന്നെ പിന്നെ പഴയ ആചാരങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ ഞാനും കൂടെ പങ്കാളിയാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുകയാണ്. വനിതാ മതില് മതവാദികളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മതിലാണ്. ഈ വനിതാ മതില് ശരിക്കും കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ആണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീകളും. ഇത്രയധികം സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം എന്താണ് കാണിക്കുന്നത്? കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് അതാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മളെ അങ്ങനെ കേരളത്തിലെ അങ്ങനെ കടലെടുത്ത് പോകാൻ സമ്മതിക്കില്ല എന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മളെ അങ്ങനെ വർഗീയമായി തരം തിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സ്ത്രീകളുടെ മനസ്സ്. സ്ത്രീ പങ്കാളിത്തം കൂടി വരികയല്ലേ നമുക്കിപ്പം എല്ലാ തരത്തിലും. അതിന് യോജിച്ച് നമ്മുടെ സഹോദരന്മാരും നമ്മുടെ അപ്പൂപ്പന്മാരും നമ്മുടെ കൂടെ സഹകരിക്കാൻ ഒരുപാട് പേര് ഇപ്പം നമ്മളോട് മുൻകൈ എടുത്ത് വന്നിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ നടക്കാം. സ്ത്രീകൾക്ക് നല്ല രീതിയിൽ തന്നെ വരും, ഒരു പ്രയാസമില്ല. ഒട്ടും പിറകോട്ടല്ല, നമ്മൾ മുന്നോട്ട് തന്നെയാണെന്ന് കാണിക്കുന്ന മഹാപൂരം തന്നെയാണ് സ്ത്രീകളുടെ ഒരു വനിതാ മതിൽ ഒത്തുചേരുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് ഒരു ചരിത്ര സംഭവമാണ്. വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സംഘടനയുടെ നേതൃത്വത്തിലും കൂടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ് ഞങ്ങൾക്കൊരു വലിയൊരു അംഗീകാരം നൽകിയിരിക്കുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. നിൽക്കുമ്പോൾ നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. വരും തലമുറ അതെന്നും ഓർക്കും. ഇത് വ്യത്യസ്തമായിട്ടല്ല, അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെയൊക്കെ ബാക്കിപത്രമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരൊക്കെ പകർന്നു തന്ന മൂല്യങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതൊരു തുടർച്ചയാണ്. നമ്മൾ ഇനി മുന്നോട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ഡിറക്ഷൻ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ പണിയുന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പറഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് വനിതാ മതിൽ അതിനു വേണ്ടിയാണ്. ഐ തിങ്ക് അതിനൊരു കൺഫ്യൂഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്. കൃത്യമായിട്ട് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് വേണം എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വരും നൂനവാദിനം എന്നാട്ടിലെ സ്ത്രീ ഉണർന്നാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. അദ്ദേഹത്തിന്റെ വരികളും കൂടി കൂട്ടത്തിൽ ചൊല്ലാം. വരും നൂനവാദിനം
എന്നാടിന്റെ നാവുണർന്നിയണിൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. നാടിന്റെ നാവ് ഉണർന്നാൽ എന്നാണ് അദ്ദേഹത്തിന്റെ കവിതയിൽ. നാട്ടിലെ സ്ത്രീ ഉണർന്നാൽ എന്ന് ഞാൻ അതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി സന്ദർഭത്തിന് സ്വാഭാവികമായി ചേരുന്ന വിധത്തിൽ ഉച്ചരിക്കുകയാണ്. ഒരിക്കൽ കൂടി പദ്യം ഞാൻ ചെല്ലാം. ഹാവരും വരുന്നു നവാദിനം, നാട്ടിലെ സ്ത്രീ ഉണർന്നാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. ഇത് ഞങ്ങൾ സ്ത്രീവർഗത്തിൻ്റെ ഒരു സ്വപ്നം ആണ്. ഈ സ്വപ്നമായി തന്നെ അവശേഷിക്കുമോ എന്നതാണ് ചോദ്യം. ഇന്നിപ്പോൾ കേരളത്തിലൊട്ടാകെ ഉടനീളം ഒരു വലിയ സ്ത്രീ മതിൽ എന്നുള്ള പദത്തിന് ഒരു ബന്ധനത്തിൻ്റെ ഛായ ഉള്ളതുകൊണ്ട് ആ പദം എനിക്ക് അത്ര സ്വീകാര്യമല്ല, എങ്കിലും ആശയം സ്വീകാര്യമാണ്. ഈ പെൺമുന്നണി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അത് പെണ്ണിൻ്റെ ശക്തി സൂചിപ്പിക്കുകയാണ് എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. ആ നിലയ്ക്ക് ജീവിതത്തിലെ ഏത് രംഗത്തും, കർമ്മരംഗത്തും വിചാരരംഗത്തും ഭാഷണരംഗത്തും ഏത് രംഗത്തും സ്ത്രീക്ക് പുരുഷന്റെ ഒപ്പം സ്ഥാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ മുന്നണിയുടെ ലക്ഷ്യം. ഇത് ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പോയി തൊഴാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ളതിനെ ആസ്പദമാക്കി മാത്രമുള്ള ഒരു മുന്നണിയായി അവസാനിച്ചുകൂടാ. വനിതാ മതിലിൽ പങ്കെടുത്തവർക്ക് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായി എന്നതും ശ്രദ്ധിക്കപ്പെടണം. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്ന് തറപ്പിച്ചു പറയുമ്പോൾ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു യുവതിയും ശബരിമലയിൽ പോകില്ല എന്ന് പറയുന്നവരുമുണ്ട്. ശബരിമലയ്ക്ക് പോകാൻ ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് ഞാൻ പോവുക, അതാണ്. അതല്ലാതെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കേണ്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നേ. നവോത്ഥാനം വേറെ, വിശ്വാസം വേറെ. വനിതാ മതിലിൽ പങ്കെടുത്തവർക്കെല്ലാം എന്തിനു വന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പലർക്കും ഭിന്നാഭിപ്രായവുമുണ്ട്. ശബരിമലയിൽ വിശ്വാസമുള്ള സ്ത്രീകൾ പോവും, വിശ്വാസം ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ പോയില്ല. ഇതിപ്പോ ഇങ്ങനെ ശബരിമലയും സ്ത്രീ സമത്വവും തമ്മിൽ ഒരു ബന്ധമില്ല. ഞങ്ങൾക്ക് സമത്വമാണ് ആവശ്യം, അത് ഞങ്ങൾ നേടിയെടുക്കും. അതിന് ഈ സർക്കാരിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. ഈ വനിതാ മതിൽ എന്നൊരു കൺസെപ്റ്റ് വന്നതിന്, ആശയം വന്നത് തന്നെ ശബരിമല സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അതിനെ അനുകൂലിക്കുന്നതിനും എതിർക്കുന്ന രണ്ട് വിഭാഗങ്ങളായി സമൂഹം മാറി. നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ്? സ്ത്രീകൾ ശബരിമലയിൽ യുവതികൾ പോകണമെന്നാണോ പോകേണ്ടതാണ്? പോകുന്നത് അവർക്ക് വ്രതശുദ്ധിയോടുകൂടി ഉള്ള സമയങ്ങളിൽ അവർ അശുദ്ധിയായിരിക്കുമ്പോൾ പോകാറില്ല. അപ്പൊ അതൊരു ലോകമായി നിയമം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഞങ്ങൾ പറയാൻ ആളല്ല. ഞങ്ങൾ ഈ സ്ത്രീ സമത്വത്തിനെതിരായിട്ടാണ് ഞങ്ങൾ. അതും ഇതുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, സ്ത്രീ മുന്നേറ്റം എല്ലാവരും അറിയണം. ശബരിമല സ്ത്രീ പ്രവേശന വിവാദം വന്നപ്പോഴാണ് ഇത്തരമൊരു യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഏത് സംഘടനയുടെ ആളാണ്? നിങ്ങൾ ഈ വനിതാ മതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ ശക്തീകരണത്തിന് വേണ്ടിയാണ്, സ്ത്രീ ശക്തീകരണം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് പിറവം പള്ളിയിൽ നിന്നാണ് കൂടുതൽ വിശ്വാസികൾ എത്തിയിരിക്കുന്നത്? ഇതിനെന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയമുണ്ടോ? ഇല്ല, ഒരു രാഷ്ട്രീയം ഇല്ല. രാഷ്ട്രീയമായിട്ട് ഒന്നുമില്ല. ഞങ്ങളുടെ സർക്കാരിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നു. വനിതകൾക്ക് ഇപ്പോൾ എന്താണ് ഒരു പ്രതിബദ്ധത? ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്, കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ. വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. അതാണോ പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കുന്നത്? വനിതകളുടെ ശക്തി കാണിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സമുദായ നേതാക്കളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സാന്നിധ്യവും വനിതാ മതിലിന്റെ പ്രാധാന്യമുയർത്തി. നവോത്ഥാനത്തെക്കുറിച്ച് പ്രമുഖർ ഏറെ സംസാരിച്ചുവെങ്കിലും കൃത്യമായ നിലപാടോടെ, ആശയ വ്യക്തതയോടെ സംസാരിച്ചവരിൽ എടുത്തു പറയേണ്ടത് പുന്നല ശ്രീകുമാറിന്റെ പേരാണ്. കൃത്യമായിരുന്നു ആ വാക്കുകൾ. ഈ മതിലിന്ന് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മതിലുകൊണ്ട് തീരുമോ എന്ന ചോദ്യം. മറ്റൊന്ന്, മതിലുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമോ എന്ന ചോദ്യം. ഈ പൊതുസമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള പുരോഗമന മനസ്സ് ഉയർന്ന എല്ലാവരും ഗൗരവതരമായി ആലോചിക്കേണ്ടുന്നൊരു വിഷയം, പൂർവ്വകാലങ്ങളിലെ നവോത്ഥാന പോരാട്ടങ്ങളിൽ അഭിരമിക്കുക മാത്രമല്ല, ഇന്ന് നാം പടുത്തുയർത്തിയ ഈ പുതിയ പോരാട്ടത്തിൽ ആഹ്ലാദിക്കുകയും നമുക്ക് ആവരുത്. ആഹ്ലാദിക്കാം, പക്ഷേ അതിരുകടന്ന ആഹ്ലാദവും നമുക്ക് വേണ്ട. അഭിമാനിക്കാം നമുക്ക്, പക്ഷേ ഇന്ന് തീർത്ത ഈ പ്രതിരോധ മതിൽ അതിൻ്റെ ശക്തിക്കും ചൈതന്യത്തിനും ഒരു ക്ഷതവും സംഭവിക്കാതെ നവോത്ഥാന കേരളം
കരുത്തു പകർന്ന് ജീർണതകളെ പ്രതിരോധിക്കും എന്ന് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് കഴിയണം. നാളെ മുതൽ ആ പോരാട്ടങ്ങളിലേക്ക് നമുക്ക് പോകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ജീർണതകളെ പ്രതിരോധിക്കാൻ കേവലം ഈ മതിൽ കൊണ്ട് മാത്രമാവില്ല. നമ്മുടെ നാട്ടിൽ പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഈ നവോത്ഥാനത്തിൻ്റെ പരിണാമ പ്രക്രിയയെക്കുറിച്ച് അവർ പഠിക്കണം. നവോത്ഥാന മൂല്യങ്ങളെ അവരറിയണം. അതുകൊണ്ട് തന്നെ ത്വക്കിന് മുകളിലുള്ളൊരു ചികിത്സ കൊണ്ട് കഴിയില്ല എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാടിൻ്റെ പഠന പ്രക്രിയയിൽ നവോത്ഥാനത്തെക്കുറിച്ചുള്ള പാഠഭാഗം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മുന്നേറ്റം ഇത് കേരള ചരിത്രത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ്. നവോത്ഥാനത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള മുന്നേറ്റമാണെങ്കിലും കൃത്യമായ ജാതി കണക്കുകൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വേദിയിൽ പറഞ്ഞത്. ഇവിടെ ആത്മീയതയെ കത്തിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയം വളർത്തുവാൻ ശ്രമിച്ചു. BJP-ക്കാർ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ രാഷ്ട്രീയമാണ് ഇവിടെ നടത്തുന്നത്. ശ്രീധരൻപിള്ള തന്നെ പറയാൻ ഉണ്ടായി. അപ്പോൾ ശബരിമലയെ എന്താക്കി മാറ്റി? ഒരു രാഷ്ട്രീയം വളർത്തുവാനുള്ള ഒരു വേദിയായി മാറ്റി. അങ്ങനെ പലതും നടന്നതെല്ലാം നിങ്ങൾ കണ്ടു. അതിനുശേഷം അയ്യപ്പ ജ്യോതി ഇവിടെ നടത്തി. എന്തിന്? ആചാരാനുഷ്ഠാനങ്ങൾക്ക് അത് മാറ്റാൻ പാടില്ല, ആചാരാനുഷ്ഠാനങ്ങൾ നടക്കണം. അതാണ് അയ്യപ്പ ജ്യോതിയുടെ പ്രസരിപ്പ്. അതിൽ നമ്മുടെ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ആ ജ്യോതിയുടെ വിചാരത്തിൻ്റെ പുറകിൽ പോയി വിളക്കെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള ചതിവ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ആചാരങ്ങളും സംരക്ഷിക്കാനാണോ? അല്ല, അവർക്ക് ക്ഷേത്രങ്ങളിലുള്ള അധികാരം ഉറപ്പിക്കുവാനുള്ള തന്ത്രമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള 96% ജീവനക്കാരും ആരാണ്? സവർണരാണ്. 15% സവർണ വിഭാഗങ്ങൾ 96% ജീവനക്കാരായി 24,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെ ശമ്പളം മേടിക്കുമ്പോൾ നമുക്കെന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടി, ഇത്രയും കൊല്ലമായി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയിട്ട് ഇത്രയും കൊല്ലമായി എന്നൊക്കെ നമ്മൾ വളരെയധികം അഭിമാനത്തോടു കൂടി പറയുമ്പോൾ യഥാർത്ഥ ക്ഷേത്ര പ്രവേശനം ഇന്നും പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും കിട്ടിയോ? നിങ്ങളൊന്ന് ആലോചിക്കണം. തൊട്ടടുത്തുള്ള ഈ ചെങ്ങന്നൂരുള്ള അപ്പുറമുള്ള ഒരു അമ്പലത്തിൽ പോലും ഒരു ഈഴവൻ ശാന്തിയെ നിയമിച്ചിട്ട് പോലും അവൻ ഇതുവരെ ശാന്തിപ്പണി കയറ്റിയിട്ടില്ല. തടപ്പള്ളിയിൽ പായസം ഉണ്ടാക്കാൻ നിയമിച്ചിരിക്കുകയാണ്, പൂജിക്കാൻ അവിടെ ഇന്നും കയറ്റിയിട്ടില്ല. ഈ ഗവൺമെൻറ് വന്നതിൽ പിന്നെ നമ്മുടെ വടക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 30 മേൽ ജീവനക്കാരെ ഈഴവരെ വെച്ചു. 3 ശാന്തിമാർ ചെന്നിട്ട് അമ്പലത്തിൽ കയറ്റുന്നില്ല. ഇവിടെ നായര് നമ്പൂതിരി പൂജിച്ചാൽ മതി, ഈഴവം വേണ്ട. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ ക്ഷേത്രങ്ങളെ സ്വത്തുകൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ആരാണ്? എന്തിന്? ഇടതുപക്ഷം വെച്ചിരിക്കുന്ന ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഒരു ഇന്റർനാഷണൽ ഫ്രോഡാണ്. അയാളുടെ ഡ്രൈവറെ പോലും, ചിരിക്കണ്ട, അയാളുടെ ഡ്രൈവറെ പോലും ഈഴവനായിരുന്നു, മാറ്റി. നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരാഴ്ച അയാൾ മാറ്റിയത്. അയാളുടെ ഉള്ളിൽ എന്തുമാത്രം ജാതിയുണ്ട്. ഇപ്പം ഇരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഡ്രൈവർ ഈഴവനായിരുന്നു. നമുക്ക് എന്ത് അവകാശമുണ്ട്? ഈ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഈ 1000 മേൽ ക്ഷേത്രങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ. കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരാനപ്പിണ്ട എടുക്കാൻ ഒരു ദളിതനെ വെച്ചിട്ടുണ്ടോ? 300 മേൽ ജീവനക്കാരുണ്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ. ഒരു പിന്നോക്കക്കാരൻ അവിടെയുണ്ടോ? ഇത് പറയാൻ ആരുമില്ലല്ലോ. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വീണ്ടും NSS ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. വനിതാ മതിലിന് ശേഷം കേരളം ചെകുത്താന്റെ നാടാകുമെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ആചാരവും അനാചാരവും അറിയാത്തവരാണ് നവോത്ഥാനം പഠിപ്പിക്കാൻ വരുന്നത്. സർക്കാർ കയ്യിലുണ്ട് എന്ന് കരുതി വിശ്വാസം തകർക്കാൻ മുഖ്യമന്ത്രി വന്നാൽ പോലും നടക്കില്ല എന്നും NSS പറഞ്ഞു വെച്ചു. പക്ഷേ അതിനെല്ലാമുള്ള മറുപടി ബാലകൃഷ്ണപിള്ളയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വിജയമായി. ഇതുകൊണ്ട് ആർക്കെന്ത് ദോഷമുണ്ടായി?
ഒരു ദോഷവും ഉണ്ടായില്ല. പഴയ കാര്യങ്ങൾ പലരും മറന്നുപോയി. പഴയ നേതാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ പലരും മറന്നു. അതിനകത്ത് കുറേയുള്ള ഉദ്ദേശങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഈ മതില് കൊണ്ട് നമ്മുടെ ജോലി അവസാനിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ ഈ എതിർത്തവരോടും, നിങ്ങൾക്ക് എല്ലാവരെയും, ഞങ്ങൾ ഒഴിച്ചുള്ള എല്ലാവരും ചേർന്ന് ശബരിമല എന്നും ആകട്ടെ ഇതുപോലൊന്ന് നടത്തി കാണിച്ചു തരാമോ നിങ്ങൾക്ക്? ഇതുപോലൊരു സംരംഭം ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക്? ലോകത്ത് ഞാൻ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനത് നോക്കി, ഇതുപോലൊരു സംരംഭം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. ലോകത്തൊരിടത്തും ഇത്രയും വനിതകളെ ഒന്നിച്ചു കൂട്ടിയ ഒരു സംരംഭം ലോകത്ത് ഒരു രാജ്യത്തും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള അഭിമാനം കേരള ഗവൺമെന്റിനും കേരളത്തിലെ പ്രസ്ഥാനങ്ങളും. നവോത്ഥാന മതിലിലും ജാതി കണക്കുകൾ ഉറക്കെ കേട്ടു എന്നത് കാണാതിരുന്നുകൂടാ. മതിലിൽ അണിനിരുന്ന എത്ര നേതാക്കൾ ഭാവിയിലും നവോത്ഥാന മുദ്രാവാക്യത്തിനൊപ്പം ഉണ്ടാവും? കേവലം രാഷ്ട്രീയ ശക്തിപ്രകടനത്തിനപ്പുറം ഈ മതിലിന് കേരളീയ സമൂഹത്തിൽ ആന്തരിക മാറ്റങ്ങൾക്കുള്ള തുടക്കമാവാൻ കഴിയുമോ? മതിൽ ഉയർത്തുന്ന നവോത്ഥാനം എന്ന ആശയം ഏറ്റെടുക്കാൻ മതിലിൽ അണിനിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീ സമൂഹം സജ്ജമാണോ? രാഷ്ട്രീയ എതിരാളികൾക്ക് മറുപടി നൽകുക എന്നതിനപ്പുറം നവോത്ഥാനം എന്ന മുദ്രാവാക്യത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതു പാർട്ടികൾക്ക് കഴിയുമോ? ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്.